തരിശിട്ട വയലിൽ നടത്തിയ പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവുണ്ടാക്കി തൃക്കരിപ്പൂർ കക്കുന്നം താലിച്ചാലം കർഷക കൂട്ടായ്മ. മത്തനും വെള്ളരിയും കക്കിരിയും വെണ്ടയും മധുരക്കിഴങ്ങും ഇവർ വിളയിച്ചെടുത്തു. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതിക വിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. കക്കുന്നം താലിച്ചാലം പാടശേഖരത്തിലെ മുച്ചിലോട്ട് ക്ഷേത്രത്തിന് സമീപത്ത് 3 വർഷത്തിലധികമായി തരിശിട്ട വയലിലാണ് പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തീർത്തത്. 50 സെന്റ് വയലിലാണ് കക്കുന്നം താലിച്ചാലം കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ചെയ്തത്. തൃക്കരിപ്പൂർ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് കെ സജിത്ത് ഉൾപ്പെടെ 8 പേരുള്ള കൃഷി കൂട്ടായ്മ 3 മാസം മുമ്പാണ് രൂപം കൊണ്ടത്. കൃഷിവകുപ്പിന്റെ തരിശ് പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരമാണ് കൃഷി ഇറക്കിയത്. വെള്ളരി, മത്തൻ, കക്കിരി, വെണ്ട തുടങ്ങിയ പച്ചക്കറികൾക്ക് പുറമെ മധുരക്കിഴങ്ങ്, തണ്ണിമത്തൻ തുടങ്ങിയവയും കൂട്ടായ്മ കൃഷി ചെയ്തു. മുച്ചിലോട്ട് ക്ഷേത്രത്തിനു സമീപത്തെ വയലിൽ നടന്ന പച്ചക്കറി വിളവെടുപ്പ് തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ എ രജിന ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് അംഗം TV ഹരീഷ് അധ്യക്ഷത വഹിച്ചു. VM ബാബുരാജ്, PV പ്രഭാകരൻ, PV ദാമോദരൻ, P കുഞ്ഞികൃഷ്ണൻ, CP ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. 2 മാസത്തിനകം 1ാം വിള നെൽകൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷക കൂട്ടായ്മയിലെ അംഗങ്ങൾ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിലെ ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക, സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക എന്ന പരിപാടിയുടെ ഉദ്ഘാടന വേദിയാണിത്. ഇവിടെ നമ്മുടെ തളിച്ചാലം A ഗ്രേഡ് ക്ലസ്റ്ററിൻ്റെ അംഗങ്ങൾ ചേർന്ന് വർഷങ്ങളായിട്ട് തീരെ കൃഷി ചെയ്യാതിരുന്ന വയൽ ഇപ്പം പച്ചക്കറി കൃഷിയിലൂടെ കൃഷിയോഗ്യമാക്കിയിരിക്കുകയാണ്. മത്തൻ, വെള്ളരി, വെണ്ട, പിന്നെ തണ്ണിമത്തൻ, കക്കിരി ഇങ്ങനെയുള്ള പലതരം, കൂടാതെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉൾപ്പെടെ അവർ കൃഷിക്ക് വേണ്ടി, ഈ സ്ഥലം കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തു വരികയാണ്. പിന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടി ചേർന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.